ഹായ്, നമ്മളിന്ന് നോക്കുന്നത് ഇൻകം ടാക്സ് 1 കുറച്ച് പ്രധാനപ്പെട്ട പോർഷൻസാണ്. 31-ാം തീയതിയാണ് എക്സാം. അപ്പോൾ എല്ലാവരും ഒന്ന് കവർ ചെയ്യാൻ നേരമില്ലെങ്കിലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അത് ഇൻഡിവിജ്വലിനെ നമുക്ക് നോക്കാം. ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 3 ആണ് സ്റ്റാറ്റസ് നോക്കുന്നത്. ഒന്ന് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്, പിന്നെ റെസിഡൻറ്റ് ആൻഡ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്, ദെൻ നോൺ റെസിഡൻറ്റ്. അപ്പോൾ നമുക്ക് ബേസിക് കണ്ടീഷൻസും ഉണ്ട്, അതേപോലെ അഡീഷണൽ കണ്ടീഷൻസും ഉണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്ന് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ, ഫസ്റ്റ് വൺ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം? ആദ്യം നമ്മൾ ബേസിക് കണ്ടീഷൻ, പാർട്ട് 1 തന്നിരിക്കുന്ന ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒരെണ്ണവും പാർട്ട് 2 കണ്ടീഷനിലെ രണ്ട് കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണവും പാർട്ട് 1 ഏതെങ്കിലും ഒരെണ്ണവും അഡീഷണൽ കണ്ടീഷൻ 2 ഉള്ളതിൽ രണ്ടും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ റെസിഡൻ്റ് ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബേസിക് കണ്ടീഷനിലെ ഫസ്റ്റ് വൺ, he is in India in the previous year for a period or periods totaling 182 days. 182 ദിവസം പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ, he has been in India for a period or period totaling 60 days or more in the previous year. പ്രീവിയസ് ഇയറിൽ 60 മതി, പക്ഷേ തൊട്ട് മുമ്പത്തെ 4 ഇയറിൽ 365 ദിവസം നമ്മൾ ഇന്ത്യയിലുണ്ടായിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 60 മതി, അതിന് തൊട്ട് മുമ്പത്തെ 4 വർഷം, അതായത് അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുമ്പത്തെ 4 വർഷം മൊത്തം 365 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. അത് മസ്റ്റായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്ത 2 അഡീഷണൽ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അപ്പോൾ അടുത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മളപ്പോൾ പറഞ്ഞു 182 ഡേയ്സ് ബേസിക് കണ്ടീഷനിൽ ആദ്യം തന്നെ പറയുന്നത് 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണമെന്ന്. ഈ പറയുന്ന കുറച്ച് കേസുകളിൽ ഈ 182 ഡേയ്സ് എന്നുള്ളത് 60 ഡേയ്സ് ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 182 ഡേയ്സിന് പകരം 60 ഡേയ്സ് ആണ്. അത് ഏതൊക്കെ കേസിലാണെന്ന് നോക്കാം. ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ ബീയിങ് ഔട്ട്സൈഡ് ഇന്ത്യ കംസ് ടു വിസിറ്റ് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യൻ ഒറിജിനൊക്കെയാണ്, പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്താണ്. അവർ പ്രീവിയസ് ഇയറിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ 182 ദിവസത്തിന് പകരം അവിടെ എത്ര ദിവസം മതി റെസിഡൻ്റ് ആവാനായിട്ട്? 60 ദിവസം മതി. ആൻഡ് ഇന്ത്യൻ സിറ്റിസൺ ഗോയിങ് എബ്രോഡ് ജോബ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഏതെങ്കിലും ജോബിന് വേണ്ടി ഇന്ത്യൻ സിറ്റിസൺ പുറത്തു പോകുന്ന കേസുകളായാലും 182 ഡേയ്സിൻ്റെ സ്ഥാനത്ത് 60 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായാൽ മതി. ദെൻ a person of Indian origin means he or his parents or either of his grandparents were born in India. ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. While calculating the number of days, both the days of arrival and departure are to be counted as present in India. അപ്പോൾ നമ്മൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയാൾ വന്ന ദിവസവും പോണ ദിവസവും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ 60 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സ്റ്റേ ഇൻ ഇന്ത്യ നീഡ് നോട്ട് ബി കണ്ടിന്യൂസ്. ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. Then the residential status has nothing to do with citizenship or place of birth. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് ഈ സിറ്റിസൺഷിപ്പ് വെച്ചിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ അപ്പോൾ ഇതാണ് എക്സംഷൻസ് വന്നത്. അപ്പോൾ എക്സംഷൻസ് വന്നത് നിങ്ങൾ 2 കാര്യങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, ഇന്ത്യൻ സിറ്റിസൺ ജോലിക്ക് പുറത്തേക്ക് പോണതും, ഒന്ന് പുറത്ത് ജോലി ചെയ്ത ആൾ നാട്ടിൽ വിസിറ്റിന് വന്ന കേസും. ഈ 2 കേസിലും 182 ഡേയ്സിന് പകരം എന്തായിരിക്കും? 60 ഡേയ്സ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോയിൻ്റ് സബ് പോയിൻറ്റ്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ സബ് പോയിൻറ്റ്സ് ആണ്. പക്ഷെ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. ബേസിക് കണ്ടീഷൻ എന്തായിരുന്നു? 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. അത് അല്ല എങ്കിൽ 365 ഡേയ്സ്, അതല്ല എങ്കിൽ പ്രീവിയസ് 4 ഇയറിൽ മൊത്തം 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയറിൽ 60 ദിവസവും ഉണ്ടായിരിക്കണം. ഇതാണ് 2 ബേസിക് കണ്ടീഷൻസ് പറയുന്നത്. ഇനി അത് കൂടാതെ ഈ 182 ഡേയ്സ് എന്നുള്ളത് 60 ഡേയ്സ് ആക്കി 2 കൂട്ടർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ ആൾക്കാർക്കാണെന്നുള്ളതാണ് നമ്മൾ പിന്നെ പറയുന്നത്. ഇന്ത്യൻ സിറ്റിസൺ ജോലിക്ക് പുറത്ത് പോയ ആൾക്കാർക്കും ഓൾറെഡി പുറത്ത് പോയി ജോലി ചെയ്യണവർ ഇന്ത്യയിൽ വിസിറ്റിന് വന്ന കേസുകളാണെങ്കിലും
നമ്മൾ എത്ര 182 ഡേയ്സിന് പകരം 60 ഡേയ്സാണ് പ്രീവിയസ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യണത്. നെക്സ്റ്റ് കണ്ടീഷൻ പാർട്ട് 2, അതായത് അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കാം. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയേഴ്സ് പ്രൊസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. അതായത് റെലവൻറ്റ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 പ്രീവിയസ് ഇയറിൽ 2 പ്രീവിയസ് ഇയർ എങ്കിലും അയാൾ എവിടെ ഉണ്ടായിരിക്കണം? ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, റെസിഡൻ്റ് ആയിരിക്കണം. ഹി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ. 2 പ്രീവിയസ് ഇയർ എങ്കിലും. എത്ര പ്രീവിയസ് ഇയറിൽ? 10 പ്രീവിയസ് ഇയറിൽ. ആ പ്രീവിയസ് ഇയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മുടെ പ്രൊസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ, ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പത്തെ 10 പ്രീവിയസ് ഇയറിൽ 2 വർഷമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അടുത്ത കണ്ടീഷൻ എന്താണ്? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓർ പീരീഡ് ടോട്ടലിംഗ് 730 ഡേയ്സ്. 73 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. എങ്ങനെ? ഔട്ട് ഓഫ് 7 പ്രീവിയസ് ഇയർ. അതായത് ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിന് മുമ്പത്തെ 7 പ്രീവിയസ് ഇയറിൽ മൊത്തം 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ റെസിഡൻറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതായത് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാം. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റാണ്. ഈ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റിൽ ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അതായത് ഫസ്റ്റ് പാർട്ടിലൊരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ, ബേസിക് കണ്ടീഷൻ. ബാക്കി രണ്ടും അഡീഷണൽ കണ്ടീഷനിലെ ബാക്കി 2 സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അയാൾ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഇനി നോൺ റെസിഡൻ്റ് ആണെങ്കിലോ ബേസിക് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യില്ല, പിന്നെ അഡീഷണൽ ഒട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബേസിക് കണ്ടീഷൻ പോലും സാറ്റിസ്ഫൈ ചെയ്യാത്തവരാണ് നോൺ റെസിഡൻറ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ നട്ട്, എ ഫോറിൻ സിറ്റിസൺ, കെയിം ടു ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ 15/3/2018 ആൻഡ് സ്റ്റേഡ് ഹിയർ അപ് ടു 31/3/2018. ഡ്യൂറിംഗ് ദ ഇയർ 2019 to 2024-25 he has been in India 192 days, 70 days, 190 days, 130 days, 60 days and 83 days. Determining his residential status for the previous year 2024-25. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. മിസ്റ്റർ നട്ട് വാസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? 2017-18 എടുത്താൽ 15 മാർച്ചിന് വന്നു, 31 മാർച്ചിന് തിരിച്ചുപോയി. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് ഓഫ് അറൈവലും ഡിസ്പാച്ചറും രണ്ടും കൂടി ഡിപ്പാർച്ചറും രണ്ടും കൂടി കൂട്ടിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2017-18 ആകെ 17 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. 18-19 വന്നിട്ടില്ല. പിന്നെ 2019-20 അതിവിടെ നമുക്ക് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. 192, 20-21 70, 21-22 190, 22-21 130, 21-24 60, 24-25 83. അങ്ങനെ ടോട്ടൽ 742 ഡേയ്സ് ഉണ്ട്. ഇനി ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു നോക്കാം. 182 ഡേയ്സ് അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇല്ല, 182 ഡേയ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ബേസിക് കണ്ടീഷനിലെ രണ്ടാമത്തത് നോക്കാം. 60 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൽ, കൂടാതെ അതിന് മുമ്പത്തെ പ്രീവിയസ് ഇയറിൽ 4 പ്രീവിയസ് ഇയറിൽ 365 ദിവസം ഉണ്ടായിരിക്കണം. അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. കാരണം 60 ദിവസം എന്തായാലും പ്രീവിയസ് ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. 2024-25 നമ്മുടെ പ്രീവിയസ് ഇയർ. അപ്പോൾ അവിടെ എന്തായാലും എന്തുണ്ടായിട്ടുണ്ട്? 60 ദിവസം ഉണ്ടായിട്ടുണ്ട്. കാരണം ടോട്ടൽ 83 ഡേയ്സ് ആണല്ലോ പറയണത്. അപ്പോൾ ആ 60ൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 2024-25 തൊട്ട് മുമ്പുള്ള 4 വർഷം 21-24, 22-21, 21-22, 20-21 4 വർഷം കൂടി കൂട്ടുമ്പോൾ 365 ഡേയ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 2024-25 തൊട്ട് മുമ്പത്തെ 4 വർഷത്തെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഇത്രയും വർഷത്തെ തന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 365 ഡേയ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾ സെക്കൻഡ് ബേസിക് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്തത്. ഇനി ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ നോക്കാം. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ എന്തായിരുന്നു?
അപ്പോൾ നമ്മുടെ അഡീഷണൽ കണ്ടീഷൻ നോക്കാം. എന്താണ്? പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പത്തെ 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഇയർ നമ്മുടെ 83 ഡേയ്സ് ആണ് ഉള്ളത് 24-25. അതിന് മുമ്പത്തെ 10 വർഷം അപ്പോൾ ഓൾറെഡി അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പത്തെ 10 വർഷം മൊത്തം 730 ദിവസം ഇവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ നമുക്കിതെല്ലാനും കൂടി കൂട്ടുമ്പോൾ, കാരണം 24-25 പ്രീവിയസ് ഇയർ എടുക്കാൻ പാടില്ല, ബാക്കി എല്ലാവരും കൂടി കൂട്ടുമ്പോൾ 659 ഡേയ്സ് ആണുള്ളൂ. അപ്പോൾ അത് നോട്ട് സാറ്റിസ്ഫൈഡ് ആണ് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ ബേസിക് കണ്ടീഷൻ മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. മിസ്റ്റർ ചിങ്, എ ജാപ്പനീസ് സിറ്റിസൺ, ലെഫ്റ്റ് ഇന്ത്യ ആഫ്റ്റർ എ സ്റ്റേ ഓഫ് 10 years ഓൺ 1/6/2022. 10 വർഷത്തെ താമസത്തിന് ശേഷം 1/6/2022 തിരിച്ചു പോയത്. ഡ്യൂറിങ് 23-24 ഹി കം ബാക്സ് ടു ഇന്ത്യ. 46 ദിവസത്തേക്ക് 23-24 ഇന്ത്യയിൽ വന്നു. ലേറ്റർ ഹി റിട്ടേൺസ് ടു ഇന്ത്യ ഫോർ 1 year. അതിനുശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് വന്ന് 10/10/2024 വന്നത്. ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ നമുക്ക് ആദ്യം 182 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കണേ. അയാൾ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് വേണമെന്നാണ്. പ്രീവിയസ് ഇയറിൽ 10/10 വന്നത്. അപ്പോൾ നമ്മൾ അറൈവൽ ഡേറ്റ് ഒക്കെ കൂട്ടണ കാരണം ഒക്ടോബറിൽ 22 ദിവസം കണ്ട അവിടെ വ്യക്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 22 ദിവസം, അതേപോലെ തന്നെ നവംബർ 30 ദിവസം, ഡിസംബർ 31, ജനുവരി 31, ഫെബ്രുവരി 29, മാർച്ച് 31. അപ്പോഴാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തീരുള്ളൂ 2024-25. അപ്പോൾ ഇതെല്ലാനും കൂടി ആഡ് ചെയ്യുമ്പോൾ 174 ദിവസമേ വരണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പക്ഷേ അടുത്ത ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം അടുത്ത കണ്ടീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 60 ദിവസം ഇന്ത്യയിൽ വേണം. അതുകൂടാതെ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പത്തെ 4 വർഷം 365 ദിവസം വേണമെന്ന്. അത് ഓൾറെഡി 20ഉം 21ഉം, കാരണം 10 വർഷം 365 ദിവസം അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം 10 വർഷം ഇവിടെ താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20-21 365 ഉണ്ട്, 19-20 365 ഉണ്ട്. അപ്പോൾ ആ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നമ്മളിവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ ഹി ഓൾസോ സാറ്റിസ്ഫൈ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻ. ശരിയാണ്, 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 2 അഡീഷണൽ കണ്ടീഷൻ എന്താണ് പറഞ്ഞേക്കണേ? 10 വർഷത്തിൽ പ്രിസീഡിങ് 10 വർഷത്തിൽ 2 വർഷം ഇവിടെ ഉണ്ടായിരിക്കണം. ഓൾറെഡി അയാൾ 10 വർഷം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തു. അപ്പോൾ ആ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. കൂടാതെ 730 ദിവസം 7 വർഷം 730 ദിവസം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ 2020, 21, 19, 20 ഇത് തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് 700 സംതിങ് നമുക്ക് ഓൾറെഡി 740 വർക്കിംഗ് ഡേ ആയി. കൂടാതെ 21, 22 അതിനകത്ത് 62 ഉണ്ട്. അപ്പോൾ എന്തായാലും 730 ഡേയ്സ് എന്നുള്ളതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ ചിങ് ഈസ് ആൻ ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് റെസിഡൻസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി. മൊത്തത്തിലൊന്ന് ഓവറോളായിട്ട് പറയുന്നതാണ്. നമുക്ക് 4 കോളമായിട്ടാണ് എഴുതിയേക്കുന്നത്. ഇൻകം ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. റെസിഡൻറ്റിന് എങ്ങനെ, നോൺ റെസിഡൻറ്റിന് എങ്ങനെ, റെസിഡൻറ്റിന് എങ്ങനെ, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റിന് എങ്ങനെ, നോൺ റെസിഡൻറ്റിന് എങ്ങനെ, ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടുമായിരുന്ന ഇൻകം ആണെങ്കിൽ 3 കൂട്ടർക്കും എന്താണ്? ടാക്സബിൾ ആണ്. ദെൻ ഇൻകം അക്രൂസ് ഓർ എറൈസസ് ഓർ ഡീംഡ് ടു ബി അക്രൂസ് ഓർ എറൈസസ് ഇൻ ഇന്ത്യ. മറ്റേത് കിട്ടി, ഇവിടെ ഇനി കിട്ടാനുണ്ട് എന്ന് കാണിക്കുന്നതും 3 പേർക്കും ടാക്സബിൾ ആണ്. ദെൻ ഇൻകം വിച്ച് എറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് സെറ്റപ്പ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നിന്ന് പുറത്തുനിന്ന് ഇൻകം കിട്ടി, അങ്ങനെ വരികയാണെങ്കിൽ നോൺ റെസിഡൻറ്റിന് ടാക്സബിൾ അല്ല, ബാക്കി 2 പേർക്കും ടാക്സബിൾ ആണ്. ദെൻ ഇൻകം അക്രൂസ് ഓർ അക്രൂസ് ഓർ എറൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് കിട്ടണ ഇൻകം അത് ടാക്സബിൾ, റെസിഡൻറ്റിന് ടാക്സബിൾ ആണ്, ബാക്കി 2 പേർക്ക് അതെന്താണ്? നോട്ട് ടാക്സബിൾ ആണ്. ദെൻ പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം വിച്ച് വാസ് എക്സംപ്റ്റഡ് ഏർലിയർ ബ്രോട്ട് ടു ഇന്ത്യ. അത് 3 കൂട്ടർക്കും ടാക്സബിൾ അല്ല. പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം വിച്ച് വാസ് എക്സംപ്റ്റഡ് ഏർലിയർ ബ്രോട്ട് ടു ഇന്ത്യ, അത് 3 കൂട്ടർക്കും എന്താണ്? ടാക്സബിൾ അല്ല.
മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ. ഇതും 5 മാർക്കിൻ്റെ ആയിട്ട് എക്സാമിന് വന്ന ക്വസ്റ്റ്യനാണ്. ദ ഫോളോയിങ് ആർ ദ ഇൻകം ഓഫ് മിസ്റ്റർ രാജ്. രാജിൻ്റെ ഇൻകം തന്നിട്ടുണ്ട്. നമ്മളോട് അത് ടാക്സബിൾ ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. 3 രീതിയിലും, റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, ഈ 3 രീതിയിലും ഇത് ടാക്സബിൾ ആണോ എന്നറിയാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻകം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പെട്ടി വരച്ചില്ലേ തിയറി, അതേപോലെ തന്നെ പെട്ടി വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ്, അതായത് ഇൻകം എഴുതാനൊരു കോളം, റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, ഇങ്ങനെ 3 കോളം വരയ്ക്കുക. ആദ്യത്തെ എന്താ? ഇൻകം അക്രൂഡ് ഇൻ UK ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇതിനകത്ത് തന്നെ പറഞ്ഞു, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കിട്ടുമോ നമ്മൾ ടാക്സ് കൊടുത്തിരിക്കണം 3 കൂട്ടരും. അപ്പോൾ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും 39,000. ഇൻകം ഏൺഡ് ഇൻ ജപ്പാൻ ബട്ട് ലേറ്റർ ബ്രോട്ട് ഇൻ ടു ഇന്ത്യ. ഇന്ത്യയിലല്ല, ജപ്പാനിലാണ് ഏൺ ചെയ്തത്, എന്നിട്ട് പിന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയുള്ള കേസിൽ നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും എന്തില്ല, ടാക്സ് കൊടുക്കണ്ട. പക്ഷേ 34,000 ആര് കൊടുക്കണം? റെസിഡൻറ്റ് കൊടുക്കണം. അടുത്ത എന്താണ്? 75,000 ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ദുബായ്. ഇന്ത്യയിൽ ഏൺ ചെയ്താണ്, പക്ഷേ പൈസ കിട്ടിയത് ദുബായിൽ വെച്ചാണെന്ന് പറഞ്ഞാലും നമ്മൾ 3 കൂട്ടർക്കും അത് ടാക്സബിൾ ആണ്. ദെൻ ഇൻകം ഏൺഡ് ഫ്രം ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ റിസീവ്ഡ് ഇൻ റഷ്യ. അതെന്താണ്? ഇൻകം ഏൺഡ് ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ റിസീവ്ഡ് ഇൻ റഷ്യ. ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അതിൻ്റെ ഇൻകം ഏൺ ചെയ്ത് റിസീവ് ചെയ്തത് റഷ്യയിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സബിളാണ്. പക്ഷേ റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സബിളാണ്, പക്ഷേ നോൺ റെസിഡൻറ്റിനും ഇല്ലാണ്. ഏതിനൊക്കെയാണ്? റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സബിളാണ്. ഇനി റെൻറ്റ് റിസീവ്ഡ് ഇൻ ഷാർജ. അവിടുത്തെ ഒരു ബിൽഡിങ്ങിൽ ഷാർജയിൽ റെൻറ്റ് കിട്ടി. അപ്പോൾ റെസിഡൻറ്റിന് മാത്രമേ എന്തുള്ളൂ, ചാർജ് ഉള്ളൂ. ബാക്കി നോൺ റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും ടാക്സ് ചാർജ് ചെയ്യില്ല. അപ്പോൾ എന്തിനു മാത്രമേ ഉള്ളൂ? റെസിഡൻറ്റിന് മാത്രമേ ആ റെൻറ്റ് റിസീവ്ഡിന് ടാക്സ് കൊടുക്കേണ്ടിയുള്ളൂ. അടുത്തെന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ മുംബൈ 54,000. മുംബൈയിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കിട്ടി. അത് നമ്മൾ എന്താണ്? റെസിഡൻ്റ് ആയാലും നോൺ റെസിഡൻ്റ് ആയാലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയാലും അതിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് 3 കൂട്ടർക്കും 54,000 തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ഇതിൻ്റെ 3 റെസിഡൻറ്റ് 2,50,000, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് 2,23,000, നോൺ റെസിഡൻറ്റ് 1,68,000 നമുക്ക് ടോട്ടൽ കിട്ടും.